السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. رب زدنا علما. അൽഹംദുലില്ലാ നമ്മൾ കഴിഞ്ഞ ദിവസം 5th ലെസണിലെ ലാസ്റ്റ് തിയറി പോർഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ക്വിക്കായിട്ട് ഓടിച്ചു വിട്ടിട്ട് നമുക്ക് അതിൻ്റെ എക്സസൈസസ് അല്ല എക്സാമ്പിൾസ് നോക്കാം. കുറച്ച് വാക്കുകളൊക്കെ പഠിച്ചു അല്ലേ? ഉസ്താദുൻ, മക്തബുൻ, മക്തബത്തുൻ, ഓഫീസ്, ലൈബ്രറി. അൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം അല്ലെങ്കിൽ അബൌട്ട്, നിന്ന് അല്ലെങ്കിൽ എന്തിനെങ്കിലും കുറിച്ച് പറ്റി എന്നൊക്കെ പറയുന്ന പോലെ. അബുൻ, അഹുൻ എന്നുള്ള രണ്ട് സ്പെഷ്യൽ ഇസ്മുകൾ. പിന്നെ ഖരീബുൻ, ബഈദുൻ എന്നുള്ള രണ്ട് വാക്കുകൾ. അത് സ്വിഫയായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അന്നൻ്റെ കൂടെ ജോയിൻ ചെയ്ത് വരുന്ന പ്രയോഗം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പം അൻ എന്നുള്ള വാക്ക് അറബിയിലെ 15ാമത്തെ മോസ്റ്റ്ലി യൂസ്ഡ് വാക്കാണെന്ന് പറഞ്ഞു. അർത്ഥം മിന്നിന്റെ അർത്ഥം, അതായത് നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ പറ്റി അങ്ങനെ. പിന്നെ ബഈദുൻ, ഖരീബുൻ എന്നുള്ള വാക്കുകളാണ് നമ്മൾ കണ്ടത്. അതിന്റെ യൂസേജ് എങ്ങനെയാണ്? ബഈദുൻ, ഖരീബുനെ നമുക്ക് സാധാരണ അതായത് ഖബർ സ്വിഫയായിട്ട് വരുന്ന സെന്റൻസസിൽ എഴുതാൻ പറ്റും. അതായത് ഒരു ജുംലത്തുൽ ഇസ്മിയ, ഒരു ഇസ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റ് ആണ് മുബ്തദ അല്ലെ? അൽ ബൈത്ത്, അൽ മുദർരിസത്ത്, ഇത് സബ്ജക്റ്റ് ആണ്. ഖബർ എന്ന് പറയുന്നത് അതിനെ കുറിച്ചുള്ള, അതായത് പ്രെഡിക്കറ്റ് എന്ന് പറയും. അതായത് സബ്ജക്റ്റിനെ കുറിച്ച് വിശേഷണം എന്തെങ്കിലും ഒന്ന് പറയും, എന്തെങ്കിലും ഒരു ന്യൂസ് കൊടുക്കും, അതാണ് ഖബർ. അപ്പം ഒരു ജുംലത്തുൽ ഇസ്മിയയുടെ, അതായത് ഒരു നോമിനൽ സെന്റൻസ് അല്ലെങ്കിൽ ഇസ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെന്റൻസിന്റെ ഖബറായിട്ട് യൂസ് ചെയ്യാം. എന്ത്? ഖരീബുൻ, ബഈദുൻ എന്നുള്ളതൊക്കെ. അപ്പൊ നമ്മൾ കബീറുൻ, സഗീറുൻ, ഖദീമുൻ ഒക്കെ പറയും. അൽ ബൈത്തു ഖദീമുൻ അല്ലെങ്കിൽ അൽ വലതു സഗീറുൻ എന്നൊക്കെ പറയാണ്ട്, അതായത് ആൺകുട്ടി ചെറുതാണ് അല്ലെങ്കിൽ വീട് പഴയതാണ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നമുക്ക് ഖരീബുനും ബഈദുനും ഉപയോഗിക്കാം. അപ്പം അൽ ബൈത്തു ഖരീബുൻ എന്ന് പറഞ്ഞാൽ വീട് അടുത്താണ്, ആ വീട് അടുത്താണ്. അൽ മദ്രസത്തു ബഈദത്തുൻ. അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഈ മദ്രസയുടെ എല്ലാ പ്രോപ്പർട്ടീസും ഈ സിഫയ്ക്ക് വരും. ഇത് ഖബർ ആയതുകൊണ്ട് മാത്രം ഇതിൽ അൽ മാത്രം ഒഴിവാക്കും. ഓക്കെ, അൽ മദ്രസത്തുൽ ബഈദത്തു എന്ന് പറയുകയാണെങ്കിൽ ദ ഫാർ ഹൗസ്, ആ അകലെയുള്ള വീട് സെന്റൻസ് ആവില്ല, ഫ്രേസ് ആവുകയുള്ളൂ. ഇത് സെന്റൻസ് ആക്കാൻ വേണ്ടി നമ്മൾ ഇവിടുത്തെ അല്ലങ്ങ് ഒഴിവാക്കുക ചെയ്യുക. അപ്പം ബാക്കിയെല്ലാം മദ്രസയുടെ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ടോ അതൊക്കെ ബഈദിന് വരും. സിംഗുലർ ആണ്, സ്ത്രീലിംഗമാണ്, മർഫു ആണ്. ഓക്കെ, എണ്ണം, അതായത് എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണോ ഇതിന്റെ പ്രോപ്പർട്ടീസ് അതൊക്കെ വരും. ഡെഫിനിറ്റ് മാത്രം ഖബറായിട്ട് വരുമ്പോൾ ഉണ്ടാവില്ല. അപ്പം ആ രീതിയിൽ ഖബറായിട്ട് ഖരീബിനെയും ബഈദിനെയും എഴുതാം. പിന്നെ ഉപയോഗിക്കാം, അതായത് ഖബറിൽ തന്നെ ഒരു ഹർഫോട് കൂടി ഉപയോഗിക്കും. ഓക്കെ, ഇതും ഒരു ജുംലത്തുൽ ഇസ്മിയാണ്, ഇസ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നോമിനൽ സെന്റൻസ് ആണ്. ഇവിടെ അൽ മക്തബു ആണ് ഇതാണ് സബ്ജക്റ്റ്. മക്തബിനെ കുറിച്ച് പറയുന്ന ന്യൂസ് ആണ്, ഖബറാണ് ഇത്. ഖരീബു മിനൽ ജാമിഅത്തി. അപ്പം ഇത്തരത്തില് ഒരു ഹർഫ് ജർ ഉള്ള അല്ലെങ്കിൽ ഒരു ഹർഫ് ഉള്ള ഒരു ഫ്രേസ് ആയിട്ടും ഖരീബിനെയും ബഈദിനെയും ഉപയോഗിക്കാം. അപ്പം അങ്ങനെ വരുമ്പം ഖരീബിന്റെ കൂടെ വരാം മിൻ അല്ലെങ്കിൽ ഇല എന്നാണ്. ഖരീബിന്റെ കൂടെ മിൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്ന് എന്നുള്ള സാധാരണ അർത്ഥത്തിൽ നിന്ന് ലേക്ക്, അതിലേക്ക് എന്ന് ആയി മാറും. അതായത് ഇലയുടെ മീനിങ് ആയിട്ട് മാറും. ഓക്കെ, അപ്പം അൽ മക്തബു ഖരീബുൻ ഇലൽ ജാമിഅത്തി, അൽ മക്തബു ഖരീബുൻ മിനൽ ജാമിഅത്തി. അപ്പം ഓഫീസ് എന്താണ്, യൂണിവേഴ്സിറ്റിയിലേക്ക് അടുത്താണ്, യൂണിവേഴ്സിറ്റിനോട് അടുത്താണ് എന്നാണ് ഈ ഒരു യൂസേജിന്റെ അർത്ഥം. നിന്ന് എന്നുള്ള അർത്ഥമല്ല മിന്നിന് വരിക ഖരീബിന്റെ കൂടെ വരുമ്പോൾ. അതേപോലെ ബഈദുൻ, ബഈദുൻ എന്ന് പറയുന്നത് ബഈദുൻ അൻ യൂസ് ചെയ്തിട്ടാണ് ബഈദുന്റെ ഫ്രേസ് വരിക. ഓക്കെ, അതായത് ഒരു ജുംലത്തുൽ ഇസ്മിയയില്, ജുംലത്തുൽ ഇസ്മിയ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരണം ഇസ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് ആണ്. ജുംല സെന്റൻസ്, ഇസ്മിയ നൗൺ സെന്റൻസ്. ഓക്കെ, നോമിനൽ സെന്റൻസ്. അപ്പം ഇങ്ങനെ ഒരു നൗണിൽ സ്റ്റാർട്ട് ചെയ്യുന്ന, ഇസ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെന്റൻസിന്റെ ഈ പാർട്ട് സബ്ജക്റ്റ് ആണ്, ഇത് ഖബർ. ഓക്കെ, ഇത് മുബ്തദ, ഇത്രയും ഖബർ. അതായത് ഈ മുബ്തദനെ കുറിച്ച്, സബ്ജക്റ്റിനെ കുറിച്ച് തരുന്ന ന്യൂസ് ആണ് ഖബർ. ഓക്കെ, അപ്പം അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു ഹർഫോട് കൂടിയിട്ടുള്ള ഒരു ഫ്രേസ് ആയിട്ട് വരുമ്പം ബഈദ് വരാം.
ഓക്കെ. ബഈദുൻ അൻ എന്നാണ് വരിക. അപ്പൊ ഇവിടെ മക്തബത്ത് പറഞ്ഞതുകൊണ്ട് ബഈദത്തുൻ അൻ. ഓക്കെ. പിന്നെ അൻ ഒരു എന്താണ് ഇസ്മ അല്ല ഹർഫ് ജറാണ് അൻ. ഓക്കെ. അത് ഞാൻ ഇവിടെ ഒന്ന് എഴുതാം, നിങ്ങൾക്ക് ഇനി നോട്ട്സിൽ മിസ്സായ പറ്റും, വേണ്ട. ഹർഫ് ജറാണ്, കാരണം അത് ഇസ്മിനെ മജ്റൂറാക്കും. ഓക്കെ. അപ്പം ഇവിടെ അനിൽ ജാമിഅത്തി. ഓക്കെ. ബഈദത്തുൻ അനിൽ ജാമിഅത്തി. ഇങ്ങനെ അൻ വരുമ്പം അതിന്റെ അർത്ഥം ഫ്രം എന്നാണ്, നിന്ന് എന്നാണ്. അപ്പം ഓഫീസ്, ലൈബ്രറി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ദൂരെയാണ്. ഓക്കെ. നിന്ന് എന്നുള്ള അർത്ഥമായിട്ട് മാറും അന്നന്. പിന്നെ നമ്മൾ അസ്മാഉൽ ഖംസ എന്നൊരു ഇസ്മുകൾ, അതായത് 5 ഇസ്മുകൾ ഉണ്ട്. അതിന്റെ മർഫു, അതായത് അതിന് ഇദാഫ കൺസ്ട്രക്ഷനിൽ മുദാഫ് ഇലേഹി ആയിട്ട് എഴുതുമ്പം മദ് വെച്ചിട്ട്, അതായത് അബു ദൊമ്മയാണെങ്കിൽ വാവ് ഇട്ടിട്ടും, എന്താണ് മർഫു ആണെങ്കിൽ വാവ് ഇട്ടിട്ടും, മൻസൂബ് ആണെങ്കിൽ അലിഫ് ഇട്ടിട്ടും, മജ്റൂർ ആണെങ്കിൽ യാ ഇട്ടിട്ടും നീട്ടിയിട്ടാണ് മുദാഫ് ഇലേഹിയോട് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ. അതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ ഇലാഫ കൺസ്ട്രക്ഷനിൽ മുദാഫായിട്ട് ഈ 5 വാക്കുകൾ നമ്മൾ പഠിക്കുന്നില്ല, നമുക്ക് ഇത് മതി. ഇപ്പൊ ഇത് മതി, അബുനും അഹ്നും. ഓക്കെ. ഉപ്പയും സഹോദരനും, ബാപ്പയും സഹോദരനും. അപ്പം അവരെ മുദാഫ് ഇലേഹിയോട് കൂട്ടുമ്പോ അതിന് മർഫു ആണെങ്കിൽ വാവിടും, മൻസൂബാണെങ്കിൽ അലിഫിടും, മജ്റൂർ ആണെങ്കിൽ യാ ഇടും. അങ്ങനെയാണ് കൂട്ടുന്നത്. പ്ലസ് ഏതെങ്കിലും ഒരു ഇസ്മ. ഇനി ഈ ഇസ്മിന്റെ ഇസ്മ അല്ലെങ്കിൽ അതായത് ഒരു നോർമൽ പേര് പോലെയുള്ള ഇസ്മല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൊമീറുകളും ആവാം. എന്തായാലും ദൊമീർ ഇസ്മിന്റെ കാറ്റഗറിയിൽ വരുന്നതായതുകൊണ്ട് സ്പെഷ്യലി എഴുതുന്നില്ല. അപ്പം മർഫുവിനുള്ള ഉദാഹരണം അബൂ ഖാലിദിൻ മുദീറുൻ. ഇവിടെ അബു ഖാലിദിൻ എന്ന് എഴുതൂല, അതായത് ഉമ്മു ഖാലിദിൻ എന്ന് എഴുതാം, ഖാലിദിന്റെ ഉമ്മ. പക്ഷെ അബു എഴുതുമ്പം അബൂ ഖാലിദിൻ എന്ന് വേണം എഴുതാൻ. അഹു മുഹമ്മദിൻ, മുഹമ്മദിന്റെ സഹോദരൻ. ഓക്കെ. അതേപോലെ മൻസൂബാവുന്ന കേസിൽ, അതായത് മുമ്പ് ഇന്ന വരുമ്പം, ലാഖിന്ന വരുമ്പം, അന്ന വരുമ്പം, ഓക്കെ. അതൊക്കെ നമ്മൾ അതിന്റെ 3 നമ്മൾ മൻസൂബാവുന്ന റൂൾസ് പഠിച്ചത് അല്ലേ. അപ്പം ഇന്ന വരുമ്പം അഹാ സാലിമിൻ, ഉമ്മയാണെങ്കിൽ ഉമ്മ സാലിമിൻ എന്ന് വന്നേനെ. പക്ഷെ സഹോദരനും വാപ്പയാവുമ്പോ എന്താവും, അഹാ ഒരു അലിഫ് ഇട്ടിട്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ. ഇന്ന ഉമ്മ സാലിമിൻ എന്ന് പറഞ്ഞതിന് പകരം ഇന്ന അബാ സാലിമിൻ, ഇന്ന അഹാ ആയിഷത്ത, അങ്ങനെ വരും. ഓക്കെ. അപ്പൊ എന്നിട്ടിട്ട് നീട്ടണം. ഇനി യാ, അതായത് മജ്റൂറിന്റെ മുമ്പ് നമ്മൾ ഒരു കാര്യം കൺസിഡർ ചെയ്യാനുള്ളത്, ഇപ്പം അബുന്റെ കൂടെ ദൊമീർ മുത്തസിലായിട്ടുള്ള യാ, അതായത് അനയുടെ ദൊമീർ മുത്തസിൽ, ഞാൻ, എന്റെ എന്നുള്ള ദൊമീർ മുത്തസിൽ ആഡ് ചെയ്യുമ്പോൾ ഈ യാ തന്നെയാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത് അല്ലെ. അപ്പം ആ ഒരു അർത്ഥത്തില് മൈ എന്നുള്ള അർത്ഥത്തിൽ ഈ യാ ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ, ഓക്കെ, എന്റെ ഉപ്പ, എന്റെ ബ്രദർ എന്നൊക്കെയുള്ള പോലെ അബി അഹി എന്ന അർത്ഥത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ എഴുത്തില് അറാബിന് ഒരു ചേഞ്ചും ഇല്ല. അത് മൻസൂബ് ആണെങ്കിലും മർഫു ആണെങ്കിലും മജ്റൂർ ആണെങ്കിലും അബി അഹി എന്ന് തന്നെ നമ്മൾ എഴുതുള്ളൂ. പക്ഷെ അവിടെ ഇറാബ് നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇന്ന അബി എന്ന് വരാണെങ്കിൽ ആ അബിന്റെ ഇറാബ് എന്താണ്, അവിടെ മൻസൂബ് തന്നെയാണ്, എഴുത്തിലാണ് ഇറാബ് ഇല്ലാത്തത്. ഇനി മജ്റൂറിന്റെ കേസ്, അതായത് ഈ ലൊമീർ മുത്തസിൽ യാ അറ്റാച്ച്മെന്റ് അല്ലാത്ത മജ്റൂറുകൾ എന്തും, ഓക്കെ, എഴുതുമ്പോ എന്താണ്, മിൻ അബി ഖാലിദിൻ, മിൻ അഹി അമീനത്ത. ഓക്കെ. യാ വെച്ചിട്ട് വേണം ഇപ്പൊ ഉമ്മയാണെങ്കിൽ മിൻ ഉമ്മി ആമിനത്തയാണ്, സഹോദരനാണെങ്കിൽ മിൻ അഹി ആമിനത്ത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അഹി അബി എന്നൊക്കെ കാണുമ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ അത് മൈ എന്നാണോ, ഇനി അതല്ല ഇത് ഇതിന്റെ കൂടെ ചേർക്കുന്നതാണോ എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതിന്റെ കൂടെ വേറെ ഒരു ഇസ്മായിട്ട് മുദാഫ് ഇലേഹി ഉണ്ടോ, ഇനി അതല്ല അത് അബി എന്റെ ഉപ്പ അല്ലെങ്കിൽ എന്റെ സഹോദരൻ എന്നുള്ള അർത്ഥമാണോ വരുന്നത് എന്നുള്ളതൊന്ന് ചിന്തിച്ചിട്ട് വേണം ആ കാര്യം തീരുമാനിക്കാൻ. അപ്പോഴേ നമുക്ക് അതിന്റെ ഇറാബ് എന്താന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഈ കാര്യത്തിൽ നമുക്ക് ഇറാബ് എന്താണ്, ഇത് ഒരു മുദാഫ് ഇലേഹി, അതായത് ഇദാഫയാണ്. ഓക്കെ. ഇതിനൊരു മുദാഫ് ഇലേഹി ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണോ വരുന്നത് അതാണ് ഇതിന്റെ എന്താണ് ഇറാബ് എന്ന് കാണാം. ഓക്കെ. ഇനി ഫാദർ ബ്രദർ, അതായത് എന്റെ എന്നുള്ള കാര്യം വരുമ്പോൾ നമുക്ക് ഇപ്പുറത്തേക്ക് ഒരു ഇത് ഉണ്ടാവില്ല അല്ലെ, എക്സ്ട്രാ ഒരു ഇസ്മ ഉണ്ടാവില്ല. ഈ യാ തന്നെ എന്താണ്, അതിന്റെ മുദാഫ് ഇലേഹിയാണ്. അപ്പം അപ്പോഴും എന്തായാലും ഇതിന് മുമ്പുള്ള വാക്കിനനുസരിച്ചാണ് അതിന്റെ ഇറാബ് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് ടൈപ്പ് സെന്റൻസ് ആണെന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം. മുദാഫ് ഇലേഹി ആയിട്ട് വേറെ ഒരു ഇസ്മ ഉള്ളതാണോ അതോ ദമീർ മുത്തസിലായിട്ടാണോ ഉള്ളത് എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കണം.
ഓക്കെ. അപ്പൊ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നലെ കണ്ടത്. ഇനി ഇന്ന് നമുക്ക് എക്സസൈസസ് ഒന്ന് നോക്കാം ഇൻഷാ അള്ളാ. എക്സസൈസ് അല്ല, എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഈ പഠിച്ച കാര്യം വെച്ചിട്ടുള്ള എക്സാമ്പിൾസ്. അപ്പം നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഞാൻ അതിൻ്റെ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് എഴുതാം. നിങ്ങൾ അതിൻ്റെ കൂടെ അറബി എഴുതാം. ഓക്കെ ഇൻഷാ അള്ളാ. Is his father a very tall man? First sentence. Is his father a very tall man? അവന്റെ ഉപ്പ ഒരു വളരെ വലിയ നീളമുള്ളതാണ് കേട്ടോ. ടാൾ എന്ന് പറഞ്ഞാൽ വലിയ എന്ന് നമുക്ക് പറഞ്ഞൂടാ. വളരെ നീണ്ട അല്ലെങ്കിൽ നീളമുള്ള ഒരു മനുഷ്യനാണോ? അപ്പം അതിന്റെ അറബി എഴുതാ. ഞാനും എഴുതാണ്, ഇങ്ങോട്ട് നോക്കണ്ട. ഓക്കെ. അവന്റെ ഉപ്പ ഒരു വളരെ നീളമുള്ള മനുഷ്യനാണോ? നീളത്തിന്റെ വാക്ക് തൊവീലുൻ, മറന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ. ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ആണ്, അത് ശ്രദ്ധിക്കുക. അപ്പം ഈസ് അല്ലേ, ആണോ എന്നുള്ള ചോദ്യമാണ്. ഹൽ ഹിസ് ഫാദർ അബു പ്ലസ് ഹുവ അല്ലെ, അബൂഹു. അബുഹു എഴുതാൻ പറ്റൂല, അബൂഹു അവന്റെ ഉപ്പ. എ വെരി ടോൾ മാൻ. അപ്പം എ മാൻ ആണ് എഴുതേണ്ടത്. വെരി ടോൾ എന്ന് പറയുന്നത് വിശേഷനാണ്, അവസാനം പോകണം. അപ്പം എ മാൻ എന്ന് പറയുമ്പോൾ റജുലുൻ. ഓക്കെ, റജുലുൻ. റജുലു അല്ല, റജുലുൻ. ടോള് തൊവീലുൻ, വെരി ജിദ്ദൻ. അങ്ങനെയാണ് എഴുതാറ്, നമുക്കറിയാം അല്ലെ. തൊവീലുൻ ജിദ്ദൻ എന്നാണ് എഴുതുക. വെരി ടോൾ എന്നുള്ളത് അറബിയിൽ എഴുതുമ്പോൾ തൊവീലുൻ ജിദ്ദൻ. വെരി ബിഗ് എന്ന് പറയുമ്പോൾ കബീറുൻ ജിദ്ദൻ എന്നാണ് എഴുതുക. പിന്നെ നമുക്കറിയാം ഈ ജിദ്ദൻ എന്ന് പറയുന്ന വാക്ക് ഇറാബ് ചേഞ്ച് ചെയ്യില്ല, അത് ഫിക്സഡ് ഇറാബ് ആയിട്ടുള്ള ഒരു വാക്കാണ്. അപ്പൊ ഹൽ അബൂഹു റജുലുൻ തൊവീലുൻ ജിദ്ദൻ. എന്റെ ആൻസർ നോ. ഹിസ് ഫാദർ ഇസ് എ ഷോർട്ട് മാൻ. ഹിസ് father is a short man, but his brother is very tall. But his brother is very tall. അല്ല, അവന്റെ ഉപ്പ ഒരു ചെറിയ മനുഷ്യൻ, നീളം കുറഞ്ഞ മനുഷ്യനാണ്. ഈ ചെറുത് എന്ന് പറയുമ്പോൾ നമുക്ക് സ്വൈറിൻ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. നീളം കുറഞ്ഞ മനുഷ്യൻ, നീളം കുറവിന്റെ വാക്ക് അറിയാത്തവർക്ക് വേണ്ടി ഫസീറുൻ. ഓക്കെ. പക്ഷേ പക്ഷേ നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ മുമ്പത്തെ ക്ലാസ്സിൽ. ഹിസ് ബ്രദർ അവന്റെ സഹോദരൻ ഒരു നീളം കൂടിയ മനുഷ്യനാണ്. വളരെ നീളമുള്ള ഒരു മനുഷ്യനാണ്. ഓക്കെ, ഇസ് വെരി ടോൾ. അല്ല, അവന്റെ ഉപ്പ ഒരു നീളം കുറഞ്ഞ മനുഷ്യനാണ്, പക്ഷെ അവന്റെ സഹോദരൻ വളരെ നീളം കൂടിയ ഒരു മനുഷ്യനാണ്. അപ്പം എഴുതിക്കോളാം.
ഓക്കെ. അപ്പം നോ അല്ലേ? ലാ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഹിസ് ഫാദർ, അവന്റെ ഉപ്പ. അവന്റെ ഉപ്പാന്ന് എങ്ങനെ എഴുതും? അബൂഹു അല്ലേ? അബൂഹു. അബൂഹു അല്ല, അബൂഹു. ഇസ് നമ്മൾ എഴുതാറില്ല. അ ഷോർട്ട് മാൻ, ഒരു ചെറിയ മനുഷ്യനാണ്. റജുലുൻ ഖസീറുൻ. ഓക്കെ, മാനിന്റെ വിശേഷനാണ് ഷോർട്ട്. അപ്പം എ മാൻ, റജുലുൻ, ഷോർട്ട്, ഖസീറുൻ. ബട്ട്, ലാക്കിന്ന അല്ലേ? ലാക്കിന്ന അല്ലെങ്കിൽ ലാക്കിൻ എന്നും എഴുതാം. വലാക്കിന്ന എന്ന് വേണമെങ്കിലും എഴുതാം. വലാക്കിൻ എന്നും എഴുതാം. ഓക്കെ, അപ്പം ലാക്കിന്ന ഹിസ് ബ്രദർ. അപ്പൊ ഇവിടെ ലാക്കിന്ന അല്ലെങ്കിൽ വലാക്കിന്ന വന്നു കഴിഞ്ഞാൽ അത് അഹാഹു ആവും. ലാക്കിൻ അല്ലെങ്കിൽ വലാക്കിൻ ആണെങ്കിൽ അഹൂഹു ആവും. ഓക്കെ, ലാക്കിന്നിന് മൻസൂബ് ആവൂല. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലാക്കിന്ന ആണെങ്കിൽ അല്ലെങ്കിൽ വലാക്കിന്ന ആണെങ്കിൽ അഹാഹു, ലാക്കിൻ വലാക്കിൻ ആണെങ്കിൽ അഹൂഹു. ഞാൻ ഇവിടെ എഴുതാത്. ഓക്കെ, അപ്പം ലാക്കിന്ന അഹാഹു, പക്ഷേ അവന്റെ സഹോദരൻ എന്താണ്? ഈസ് എഴുതാറില്ല. വെരി ടോൾ. ടോൾ എഴുതിയിട്ട് വെരി അല്ലേ? അപ്പം ത്വവീലുൻ ജിദ്ദൻ. ത്വവീലുൻ ജിദ്ദൻ. ഓക്കെ, ലാ അബൂഹു റജുലുൻ ഖസീറുൻ ലാക്കിന്ന അഹാഹു ത്വവീലുൻ ജിദ്ദൻ. ഇനി അടുത്ത സെന്റൻസ്. സോറി, വേർ ഇസ് സാലിംസ് ബ്രദേഴ്സ് സ്കൂൾ പെൻ? വേർ ഈസ് സാലിംസ് ബ്രദേഴ്സ് സ്കൂൾ പെൻ? സാലിമിന്റെ സഹോദരന്റെ സ്കൂൾ പേന എവിടെയാണ്? സാലിമിന്റെ സഹോദരന്റെ സ്കൂൾ പേന എവിടെയാണ്? സാലിമിന്റെ സഹോദരന്റെ പേന ഇദാഫ കൺസ്ട്രക്ഷൻ, സ്കൂള് വിശേഷണം. ആ രീതിയിൽ ചിന്തിച്ചിട്ട് എഴുതാം. ഓക്കെ, വേർ ചോദ്യം, അയിന. മറന്നവർക്കുണ്ടെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കുക. അയിനയാണ് വേർ. ഓക്കെ, എവിടെയാണ്? എവിടെയാണ് സാലിമിന്റെ സഹോദരന്റെ സ്കൂൾ പേന? അയിന എവിടെയാണ്? ഈസ് എഴുതണ്ട. പിന്നെ നമുക്ക് എഴുതാനുള്ളത് സാലിമിന്റെ സഹോദരന്റെ പേന. ഓക്കെ, സാലിമിന്റെ സഹോദരന്റെ പേന, സ്കൂളിൽ നിന്നുള്ള വിശേഷണം. അപ്പം പേന ആണ് എന്താണ് സാധനം അല്ലെ? സാലിമിന്റെ സഹോദരന്റെ പേന. കലമു അഹീ സാലിമിൻ. അപ്പൊ സാലിമിന്റെ അല്ലെ സഹോദരന്റെ പേനയാണെങ്കിൽ കലമു അഹിൻ എന്ന് എഴുതുമായിരുന്നു. കലമു അഹിൻ, സഹോദരന്റെ പേന. ഞാനിവിടെ എഴുതാം. ബ്രദേഴ്സ് പെൻ, സഹോദരന്റെ പേനയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുന്ന വെച്ചാല് കലമു അഹിൻ. അതെന്തുകൊണ്ടാ? ഇതിവിടെ ഇദാഫ കൺസ്ട്രക്ഷനിൽ മുദാഫ് ഇലേഹിയാണ് അഹ് അല്ലെ? അപ്പൊ അതിന് വെറുതെ നീട്ടേണ്ട ആവശ്യമില്ല. ഇവിടെ അതിന് ശേഷം സാലിമിന്റെ സഹോദരന്റെ പേന വന്നു അല്ലെ? അപ്പം എന്തായി? അഹ് മുദാഫ് ഇലേഹി നിന്ന് മാറിയിട്ട് വീണ്ടും അടുത്ത സെറ്റിന് ഇതിന് മുദാഫായിട്ട് മാറി. അഹി സാലിമിൻ. അതുകൊണ്ടാണ് അവിടെ യാ ഇട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് എഴുതുന്നത്. ഓക്കെ, കലമു അഹി സാലിമിൻ. ഓക്കെ,
ഇവിടെ നോർമൽ ഗതിയിൽ ഒരു ഇലാഫ കൺസ്ട്രക്ഷന്റെ ആദ്യത്തെ വാക്ക് മർഫു ആയിരിക്കും. അതിന്റെ മുമ്പ് ഹർഫ് ജെറോ ഹർഫ് മൻസൂബ് നെസ്ബ ഹർഫ് നെസ്ബോ ഇല്ലാത്ത സ്ഥിതിക്ക് ഇതെന്തായിരിക്കും? മർഫു ആയിരിക്കും അല്ലെ. ഒരു ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം വരുന്ന ഇസ്മുകൾ സാധാരണ മർഫു ആണ്. അപ്പം ഇതുകൊണ്ട് അത് കലമൻ. കലമു അഹിൻ, അതായത് മുദാഫ ഇലേഹിന്റെ രണ്ടാമത്തെ ഇദാഫ കൺസ്ട്രക്ഷനിൽ മുദാഫ് ഇലേഹി എപ്പോഴും മജ്റൂർ ആയിരിക്കും. അപ്പം കലമു അഹിൻ. ഇനി ഇതിന്റെ കൂടെ ഒരു മുദാഫ് ഇലേഹിയും കൂടെ ചേർക്കണം. അപ്പം ഇത് മുദാഫും ഇത് മുദാഫ് ഇലേഹിയാണ്. അഹ് മുദാഫും സാലിമും മുദാഫ് ഇലേഹിയാണ്. അപ്പൊ അതുകൊണ്ട് എന്തായി? ഇതിന്റെ മുദാഫ് ഇലേഹിയായ അഹി പ്ലസ് സാലിമിൻ. ഓക്കെ, കലമു അഹി സാലിമിൻ എന്നായി. അതുകൊണ്ടാണ് ഈ ആയിട്ടിട്ട് നീട്ടിയത്. പിന്നെ ഈ പേനക്ക് നമ്മൾ ഒരു വിശേഷണം എഴുതണം അല്ലെ. പേനക്ക് വിശേഷണം എഴുതുമ്പോൾ പേനയുടെ എല്ലാ ക്വാളിറ്റീസും കൂടി വേണം ഈ സ്കൂൾ എന്നുള്ളത് എഴുതാൻ. സ്കൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം മദ്രസത്തുനാണ്. അതിന് ഇസ്മു നിസ്ബയാണ് സ്കൂൾ പെൻ എന്നുള്ളത് വിശേഷണം എഴുതുന്നത് അല്ലെ. ഇസ്മു നിസ്ബ എഴുതുമ്പം താ ഉള്ളത് മാറ്റിയിട്ട് ഈയുൻ ഈയത്തുൻ എന്നാക്കുകയാണ് ചെയ്യാം. ഇവിടെ കലമ് പുല്ലിംഗമാണ്, ഏകവചനാണ്. അതുകൊണ്ട് മദ്രസിയുൻ. ഓക്കെ, ഇനി കലമ് ഇവിടെ ഡെഫിനിറ്റ് ആണ്. എങ്ങനെയാ അത് ഡെഫിനിറ്റ് ആവുന്നത്? നമ്മൾ സാധാരണ ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ തീരുമാനിക്കുന്നത് മുദാഫ് ഇലേഹിക്ക് അൽ ഉണ്ടോ തൻവീൻ ഉണ്ടോ നോക്കിയിട്ടാണ്. ഇവിടുത്തെ മുദാഫ് ഇലേഹി എന്ന് പറയുന്നത് ഇതും അല്ല, ശരിക്കും ഇവിടെയാണ് അല്ലെ. ഇവിടെ തൻവീൻ ഉണ്ടെങ്കിൽ പോലും ഇതൊരു ആളുടെ പേരാണ്, പ്രോപ്പർ നൗൺ ആണ്. പ്രോപ്പർ നൗൺ ആണെങ്കിൽ ഇത് മൊത്തം എന്താണ്? ഡെഫിനിറ്റ് ആണ്. മറന്നിട്ടുണ്ടോ എന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ പറയാണ്. പ്രോപ്പർ നൗൺ അതായത് ഒരു മനുഷ്യന്റെ പേരാണെങ്കിൽ അത് ഇന്ന ആള് നമുക്കറിയാം. അതുകൊണ്ട് ഈ ഇദാഫ കൺസ്ട്രക്ഷൻ മൊത്തം ഡെഫിനിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ കലമിന് വിശേഷണം എഴുതുമ്പോൾ എന്താണ്? ഇത് മൊത്തം ഡെഫിനിറ്റ് ആയ സ്ഥിതിക്ക് കലമും ഡെഫിനിറ്റ് ആണ്. അപ്പം അൽ വരണം. പിന്നെ കലമിന്റെ എറാബ് മർഫു ആണ്. അതുകൊണ്ട് മർഫു. ഓക്കെ, അപ്പം ഐന കലമു അഖി സാലിമിൻ അൽ മദ്രസിയു. ഓക്കെ, ഇവിടെ നമ്മൾ എവിടെയെങ്കിലും ദാന്നൊന്നും എഴുതിയിട്ടില്ല. കാരണം സാലിമിന്റെ എന്നൊരാളുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ആളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ബൈ ഡീഫോൾട്ട് ഡെഫിനിറ്റ് ആണ്. ഓക്കെ, കാരണം എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ സംശയങ്ങളൊക്കെ വരും. എന്ത് ചെയ്യണം, അൽ വേണോ വേണ്ടേന്നൊക്കെ. അതുകൊണ്ടാണ് ഓരോ പീസ് എടുത്ത് പറയുന്നത്. ഇനി അതിന്റെ ആൻസർ, അതിനെ കലമു അഖി സാലിമിൽ മദ്രസിയു എന്ന് ചോദിച്ചതിന്റെ ആൻസർ എഴുതാം. The pen is on an old book in his father's university class. In his father's ആ പേന, ദ പെൻ ആണ്. ആ പേന അവന്റെ ഉപ്പയുടെ യൂണിവേഴ്സിറ്റി ക്ലാസ്സിലെ ഒരു പഴയ പുസ്തകത്തിന്റെ മേലെ ആണ്. ഒരു പഴയ പുസ്തകത്തിന്റെ മേലെ ആണ്. അവന്റെ ഉപ്പയുടെ യൂണിവേഴ്സിറ്റി ക്ലാസ്സിലെ ഒരു പഴയ പുസ്തകത്തിന്റെ മേലെയാണ് ആ പേന. ഓക്കെ, ആ പേന അവന്റെ ഉപ്പയുടെ യൂണിവേഴ്സിറ്റി ക്ലാസ്സിലെ ഒരു പഴയ പുസ്തകത്തിന്റെ മേലെയാണ്. എഴുതാൻ നോക്കുക എല്ലാരും. ഓക്കെ, അപ്പം ദ പെൻ
അൽ ഖലമു ഈസ് എഴുതണ്ട. ഓൺ ആൻ ഓൾഡ് ബുക്ക്. ഓൺ അപ്പോൺ മേലെ എന്ന് പറയുമ്പം അല. ആൻ ഓൾഡ് ബുക്ക്, ആൻ ബുക്ക് എന്ന് പറഞ്ഞിട്ട് ഓൾഡ് വിശേഷണം അല്ലേ. അപ്പം കിതാബുൻ ഖദീമുൻ. ഓക്കെ, കിതാബുൻ ഖദീമുൻ. അല വന്നതുകൊണ്ട് കിതാബിൻ ഖദീമിൻ. ആൻ ഉണ്ട് കേട്ടോ, ഒരു ഉണ്ട്, അതുകൊണ്ടാണ്. കിതാബിൻ ഖദീമിൻ. ഇൻ ഫി അല്ലേ. ഹിസ് ഫാദേഴ്സ് യൂണിവേഴ്സിറ്റി ക്ലാസ്. ഹിസ് ഫാദേഴ്സ് ക്ലാസ് എന്നിട്ട് യൂണിവേഴ്സിറ്റി വിശേഷണം. ഓക്കെ, ഹിസ് ഫാദേഴ്സ് ക്ലാസ് യൂണിവേഴ്സിറ്റി വിശേഷണം. ഹിസ് ഫാദേഴ്സ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്ലു അബൂഹു അല്ലേ. ഫസ്ലു അബൂഹു അല്ല, ഫസ്ലു അബീഹി. ഫസ്ലു അബീഹി ആണ്. ഓക്കെ, ഹിസ് ഫാദേഴ്സ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഫസ്ലു അബീഹി ആണ്. അതിന്റെ കൂടെ ഇൻ വന്നത് കൊണ്ട്, ഫി വന്നത് കൊണ്ട് ഫസ്ലി അബീഹി. ഓക്കെ, ഫാദേഴ്സ് ക്ലാസ്. ഫാദേഴ്സ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്ലു അബിൻ. ഞാനത് സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ഫാദേഴ്സ് ക്ലാസ് എന്ന് എഴുതുമ്പം ഫസ്ലു അബിൻ. ഓക്കെ, ഉപ്പയുടെ ക്ലാസ്. ഇനി ഹിസ് ഫാദേഴ്സ് ക്ലാസ് എഴുതുമ്പം ഫസ്ലു അബീഹി. ഓക്കെ, ഫസ്ലു അബീഹി. കാരണം ഇവിടെ എന്താണ്, ഒരു ഇസ്മ അറ്റാച്ച് ചെയ്യുന്നുണ്ട് അല്ലെ, നൊമീർ മുത്തസിൽ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അബിന്റെ കൂടെ യാ ഇട്ടിട്ട് വേണം നീട്ടാൻ. അപ്പം ഇതിന്റെ കൂടെ ഫീ വന്നത് കൊണ്ട് അതെന്തായി മാറി. ഇതിങ്ങനെയൊന്നും നിങ്ങൾ എഴുതി ഓരോ സ്റ്റെപ്പായിട്ട് എഴുതി നോക്കരുത്, മനസ്സിലായിരിക്കണം ഇതൊക്കെ നടക്കുന്നത് കേട്ടോ. ഇൻ ഹിസ് ഫാദേഴ്സ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഫീ ഫസ്ലി അബീഹി. ഓക്കെ, അപ്പം ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള മാറ്റം നോക്കണം. ഫസ്ലു അബിൻ, ഇത് മർഫൂ, ഇത് മജ്റൂർ. ഓക്കെ, ഇനി ഹിസ് ചേർന്നതുകൊണ്ട് അബൂഹു എന്നുള്ളത് നമ്മൾ മജ്റൂറാക്കി അറ്റാച്ച് ചെയ്ത് എഴുതുമ്പോൾ അബീഹി എന്നായിട്ട് മാറും. ഇത് ആഡ് ചെയ്തു. ഇനി ഫീ വന്നതുകൊണ്ട് ഈ ഫസ്ലു എന്നുള്ളത് ഫസ്ലി ആയിട്ട് മാറി. അപ്പം അങ്ങനെയാണ് ഫീ ഫസ്ലി അബീഹി. ഇനി യൂണിവേഴ്സിറ്റി ക്ലാസ്. യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് വിശേഷനാണ്. നമുക്കറിയാം യൂണിവേഴ്സിറ്റി എന്നുള്ള വാക്ക് ജാമ്യാത്താണ് അല്ലെ. അതിന് ഇസ്മുൻ ഇസ്ബെ ആക്കിയിട്ട് വിശേഷനാക്കുമ്പോൾ താ മാറ്റിയിട്ട് ഇയുൻ ഇയത്തുൻ ആവും. അപ്പം ജാമി അയ്യുൻ ജാമി അയ്യത്തുൻ ആവും. ഇവിടെ ഫസ്ല് പുല്ലിംഗമാണ്, അതുകൊണ്ട് ജാമി അയ്യാണ്. ഓക്കെ, ഇനി ഫസ്ലു അബീഹി. നമുക്കറിയാം ദൊമീർ മുത്തസില് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ള ഇദാഫ എന്താണ്, ഡെഫിനിറ്റ് ആണ്. ഓക്കെ, അതൊക്കെ നമ്മൾ കുറെ മുമ്പുള്ള ക്ലാസ്സുകളിൽ പഠിച്ചതാണ്, മറന്നു പോകണ്ട. അപ്പോൾ ദൊമീർ മുത്തസിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇദാഫ മൊത്തം ഡെഫിനിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫസ്ല് എന്താണ്, ഡെഫിനിറ്റ് ആണ്. ഓക്കെ, ഫസ്ല് ഡെഫിനിറ്റ് ആണ്. അതുകൊണ്ട് അൽ ജാമിഇ. പിന്നെ ഫസ്ലിന്റെ ഹർക്കത്ത് അല്ലെങ്കിൽ എറാബ് എന്ന് പറയുന്നത് മജറൂറാണ്, അതുകൊണ്ട് ജാമിഇ. അതിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചിന്തിച്ച് ഡിറൈവ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെ ഒരു സെന്റൻസ് എഴുതുമ്പോൾ ഓരോ പോയിന്റ് ശ്രദ്ധിക്കുന്നതിന് മാർക്ക് തന്ന ഒരു 10 മാർക്കൊക്കെ തരാൻ മാത്രം ചിന്തിക്കാനുണ്ട്. ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയെങ്കിലും എത്തിപ്പോവും. സുബ്ഹാനല്ലാഹ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓൾഡ് ബുക്ക്. ഓക്കെ, നെക്സ്റ്റ്. വൈ ഇസ് ഹിസ് ഫാദർ Why is his father sitting in the office of the company's director? Okay. എന്തുകൊണ്ടാണ് അവന്റെ ഉപ്പ ആ കമ്പനി ഡയറക്ടറുടെ ഓഫീസിൽ ഇരിക്കുന്നത്?
Why is his father sitting in the office of the company's director? ആ കമ്പനിയുടെ ഡയറക്ടറുടെ ഓഫീസിൽ ഇരിക്കുന്നത്. അവന്റെ ഉപ്പ എന്തിനാണ് ആ കമ്പനിയുടെ ഡയറക്ടറുടെ ഓഫീസിൽ ഇരിക്കുന്നത്? അപ്പൊ കമ്പനിയുടെ ഡയറക്ടറുടെ ഓഫീസ്. അപ്പം ഡബിൾ ഇലാഫ ഉണ്ട്, അത് ആലോചിക്കാം. പിന്നെ ദ കമ്പനീസ് ഡയറക്ടർ ആണ്, അതുകൊണ്ട് ഇലാഫ ഡെഫിനറ്റ് ആണോ ഇൻഡെഫിനറ്റ് ആണോ എന്നുള്ളത് ക്ലിയർ ആവുന്നുണ്ട് അവിടെ. ബാക്കി ആലോചിച്ചിട്ട് എഴുതാം. ഓക്കെ, ഞാനും എഴുതാണ്, നോക്കണ്ട. വൈ എന്നുള്ള ക്വസ്റ്റ്യൻ ലിമാദ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം വൈ എന്തുകൊണ്ട്, ലിമാദ ഈസ് വേണ്ട, ഹിസ് ഫാദർ അബൂഹു അല്ലെ, അബൂഹു എഴുതാൻ പറ്റില്ല, അബൂഹു സിറ്റിംഗ് ജാലിസുൻ, പുല്ലിംഗ ഏകവചനാണ്, അവന്റെ ഉപ്പ മാത്രമുള്ള, അതുകൊണ്ട് ജാലിസുൻ ഇൻ ഫി. അപ്പം എന്തുകൊണ്ടാണ് അവന്റെ ഉപ്പ ഇരിക്കുന്നത്, എവിടെ, ഇൻ അല്ലെ, ഇൽ എവിടെയാണ്, ഇനി ഇത് എഴുതണം, ദ ഓഫീസ് ഓഫ് ദി കമ്പനീസ് ഡയറക്ടർ. അപ്പം ഓഫീസാണ് ഇവിടുത്തെ മുദാഫ് അല്ലെ, മക്തബ്, മക്തബാണ് ഓഫീസ്, മക്തബത്തല്ല മക്തബ്. മക്തബു മുദീരി ഷെരിക്ക. ഓക്കെ, മക്തബു മുദീരി ഷെരിക്ക, മുദീരി ഷെരിക്കാണ്, കാരണം ദ കമ്പനിയാണ്. ഓക്കെ, അപ്പൊ മക്തബു മുദീരി ഷെരിക്ക ആണ്, അതിൽ ഫീ വന്നതുകൊണ്ട് മക്തബി മുദീരി ഷെരിക്കത്തി. ഓക്കെ, മക്തബി മുദീരി ഷെരിക്കത്തി. ഇത് ഞാൻ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നൊന്നുമില്ല, ഞാൻ ഒന്ന് രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, മക്തബി മുദീരി ഷെരിക്കത്തി, ഫീ വന്നതുകൊണ്ട്, അത് ദ ഉള്ളത് കൊണ്ട് അവസാനം മുലാഫ് ഇലേഹിക്കാണ് അൽ വര, അതാണ് ഇതിന് മൊത്തത്തിൽ തീരുമാനിക്കുക. കഴിഞ്ഞ രണ്ട് സെന്റൻസിൽ ഇവിടുത്തെ ലാസ്റ്റ് മുദാഫ് ഇലേഹി ഒന്നെങ്കിൽ ഇസ്മോ അല്ലെങ്കിൽ ദമീർ മുത്തസിലായിരുന്നു, അതുകൊണ്ട് അത് ബൈ ഡിഫോൾട്ട് മർഫു ആണ്. ഇവിടെ അഷരിക്ക ദ കമ്പനിയാണ്, അതുകൊണ്ട് ഇത് ഈ മുദാഫ് ഇലാഫ കൺസ്ട്രക്ഷൻ എന്താണ്, ഡെഫിനറ്റ് ആണ്. ഇനി അടുത്തത് ഇതിന്റെ ആൻസർ ആണ്, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ബിക്കോസിലാണ് സെന്റൻസ് തുടങ്ങുന്നത്. ബിക്കോസ് കാരണം, അതിന്റെ വാക്ക് ഓർമ്മയുണ്ടോ എല്ലാവർക്കും, ലി അന്ന. ഓക്കെ, ബിക്കോസ് ഹി ഈസ് ദ ഡയറക്ടർ and okay, he is the director of the company. And that is his office. ഇതാണ് അതിന്റെ ആൻസർ. കാരണം അവൻ, ഓക്കെ, ഫാദറിന്റെ കാര്യമാണ് ചോദിച്ചത്, അവൻ അതിന്റെ ആ കമ്പനിയുടെ ഡയറക്ടറും അത് അവന്റെ ഓഫീസും ആണ്. ആൻഡ് വരുമ്പം എന്നുള്ള ഇത് വ എന്ന് അറബിയിൽ. ഓക്കെ, എഴുതിക്കോ. ബിക്കോസ് ഹി ഈസ് ദ ഡയറക്ടർ ഓഫ് ദി കമ്പനി ആൻഡ് ദാറ്റ് ഇസ് ഹിസ് ഓഫീസ്. കാരണം അവൻ ആ കമ്പനിയുടെ ഡയറക്ടറും അത് അവന്റെ ഓഫീസും ആണ്.
ബിക്കോസ് എന്ന് പറഞ്ഞാൽ ലി അന്ന ഹി അല്ലേ, ബിക്കോസ് ഹി, ലി അന്ന ഹു, ലി അന്ന ഹു. ലി അന്നയുടെ കൂടെ എന്തെങ്കിലും ഇസ്മ ലൊമീർ അല്ലാത്ത ഇസ്മാണ് വരുന്നതെങ്കിൽ എന്താണ്, അത് മർഫു ആകും. ഇവിടെ ലൊമീർ ആയതുകൊണ്ടാണ് ലി അന്നഹു എന്ന് അങ്ങനെ എഴുതി പോയത്. ലി അന്നഹു ഹി ഇസ് ദ ഡയറക്ടർ ഓഫ് ദി കമ്പനി, ലി അന്നഹു ഹുവ. ഓക്കെ, he is a director of the company. ഓക്കെ, ഹുവന്റെ ആവശ്യമില്ല ഇവിടെ. ലി അന്നഹു മുദീറു ശരിക്കത്തി. ലി അന്നഹു മുദീറു ശരിക്കത്തി, ദ ഡയറക്ടർ ഓഫ് ദി കമ്പനി. മുദീറു ശരിക്കത്തി, അവിടെ മുദീറു ശരിക്കത്തി എന്നുള്ളത് മർഫു ആണ്. അതിന്റെ എറാബ് ചേഞ്ച് ചെയ്യാൻ റീസൺ ഒന്നുമില്ല. ശരിക്ക എന്ന് പറയുന്നത് അത് ഇദാഫ കൺസ്ട്രക്ഷന്റെ മുദാഫ് ഇലേഹി എന്തായാലും മജ്റൂർ ആയിരിക്കും. പിന്നെ ദ കമ്പനി ദ ഡയറക്ടർ ആണ്, അതുകൊണ്ട് തന്നെ ഈ ഇദാഫ കൺസ്ട്രക്ഷൻ എന്താണ്, ഡെഫിനിറ്റ് ആണ്. അതുകൊണ്ട് അശരിക്കത്തി, ലി അന്നഹു മുദീറു ശരിക്കത്തി, ബിക്കോസ് ഹി ഈസ് ദ ഡയറക്ടർ ഓഫ് ദി കമ്പനി. ആൻഡ് വ ദാലിക്ക മക്തബുഹു, ദാറ്റ് എന്ന് പറയുമ്പോൾ ദാലിക്ക അല്ലെ, കാരണം ഓഫീസ് മക്തബ് എന്ന് പറയുന്നത് പുല്ലിംഗമാണ്. അതുകൊണ്ട് ദാലിക്ക, അല്ലെങ്കിൽ മക്തബത്താണെങ്കിൽ തിൽക്ക എന്ന് വന്നേനെ. ഈസ് ഹിസ് ഓഫീസ്. ഓക്കെ, ഈസ് നമ്മൾ എഴുതുന്നില്ല. ഹിസ് ഓഫീസ് എന്ന് പറഞ്ഞാൽ മക്തബുഹു, ഹിസ് ഓഫീസ് പറഞ്ഞാൽ മക്തബുഹു. അപ്പം ലി അന്നഹു മുദീറു ശരിക്കത്തി വദാലിക മക്തബുഹു, ലി അന്നഹു മുദീറു ശരിക്കത്തി വദാലിക മക്തബുഹു. അടുത്തത് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആൻസറും കൂടെ ഉള്ളൂ. ഈസ് ദിസ് മാൻസ് ബ്രദർ എ പ്രൊഫസർ ഇൻ ദാറ്റ് യൂണിവേഴ്സിറ്റി? ഈസ് ദിസ് മാൻസ് ബ്രദർ എ പ്രൊഫസർ ഇൻ ദാറ്റ് യൂണിവേഴ്സിറ്റി? ഈസ് ദിസ് മാൻസ് ബ്രദർ എ പ്രൊഫസർ ഇൻ ദാറ്റ് യൂണിവേഴ്സിറ്റി? പ്രൊഫസറിന്റെ വാക്ക് ഓർമ്മയുണ്ടെന്ന് ഇന്നലെ ഇന്നലെ പഠിച്ചിട്ടുള്ളൂ. ഈ മനുഷ്യന്റെ, ഓക്കെ, ഈ പുരുഷന്റെ, ഈ മനുഷ്യന്റെ സഹോദരൻ ആ യൂണിവേഴ്സിറ്റി, ദാറ്റ് യൂണിവേഴ്സിറ്റി ആണ്, ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ആണോ? ഈ മനുഷ്യന്റെ സഹോദരൻ ആ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ ആണോ എന്നാണ് ചോദ്യം. എഴുതിക്കോ. ഇവിടെ ഇലാഫയുടെ കൂടെ ഇസ്മു ഇഷാറയും കൂടെ ഉണ്ട്. അപ്പൊ ഒന്നും കൂടെ എവിടെയാണ് ഇസ്മു ഇഷാറ വെക്കുന്നതെന്ന് ചിന്തിച്ചിട്ട് വേണം എഴുതാൻ. ഈസ് ക്വസ്റ്റ്യൻ വാക്കാണ്, ആണോ എന്നുള്ളത് അല്ലെ. ഹൽ ദിസ് മാൻസ് ബ്രദർ, മാൻസ് ബ്രദർ, അഹൂർ റജുലി. ഓക്കെ, ദിസ് വന്നത് കൊണ്ട് അഹൂർ റജുലിനാണ് മാൻസ് ബ്രദർ. ദിസ് വന്നത് കൊണ്ട് അത് ഡെഫിനറ്റ് ആണ്. ഓക്കെ, അപ്പം അഹൂർ റജുലി, ദിസ് മാൻ അല്ലേ. അപ്പം റജുലിനാണ് എന്ത് ഇസ്മു ഇഷാറ വന്നത്. അതായത് ഒരു മുലാഫ് ഇലേഹി എഴുതുമ്പോൾ മുദാഫിനാണ് ഇസ്മു ഇഷാറ എങ്കിൽ ഇവിടെയാ കൊടുക്കുക, മുദാഫ് ഇലേഹിക്കാണ് ഇസ്മു ഇഷാറ എങ്കിൽ ഇതിന്റെ നടുവിലാ കൊടുക്കുക. അപ്പൊ അഹു ഹാദർ റജുലി. ഓക്കെ, ദിസ് മാൻസ് ബ്രദർ, ദിസ് മാൻ ആയതുകൊണ്ട് അത് ഡെഫിനറ്റ് ആണ്, സംശയമൊന്നുമില്ല. അപ്പം അഹു ഹാദർ റജുലി, ഈസ് ദിസ് മാൻസ് ബ്രദർ എ പ്രൊഫസർ ആണോ? എന്താ ചോദിക്കുന്നത്? ഉസ്താദുൻ, പ്രൊഫസർ, എ പ്രൊഫസർ.
ഉസ്താദുൻ ഫി ഇൻ ദാറ്റ് യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി ജാമ്യാത്താണ്, അതുകൊണ്ട് ദാറ്റ് എന്ന് പറയുമ്പോൾ തിൽക്ക. ഫി തിൽക്കൽ ജാമ്യാത്തി. ഈസ് ദിസ് മാൻസ് ബ്രദർ എ പ്രൊഫസർ ഇൻ ദാറ്റ് യൂണിവേഴ്സിറ്റി. ചിലപ്പം കുറച്ചൊരു കൺഫ്യൂഷൻ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ചില സ്ഥലത്തൊക്കെ ഒന്ന് സ്റ്റക്ക് ആവുന്നുണ്ടാവും. കുഴപ്പമില്ല, നമ്മുടെ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ പകുതിയിലധികം സോൾവ് ആവും. കാരണം കുറച്ച് നിങ്ങൾ ചിന്തിച്ചെഴുതാനുണ്ട്. കുറച്ച് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ സ്വന്തം ചെയ്യുമ്പോൾ ശരിയായിക്കോളൂ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ ചിലപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ഓക്കെ സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള സമയം കിട്ടാത്തപ്പോൾ സ്റ്റക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്നും പേടിക്കണ്ട, സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും. ഓക്കെ, ഇനി ഇതിന്റെ ആൻസറും കൂടെ എഴുതിയിട്ട് നിർത്താം ഇൻഷാ അല്ലാ. നോ, ഹിസ് ബ്രദർ ഈസ് an employee in the university library. But his father is a professor there. അല്ല, അവന്റെ സഹോദരൻ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ ഒരു തൊഴിലാളിയാണ്. അല്ല, അവന്റെ സഹോദരൻ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലെ ഒരു തൊഴിലാളിയാണ്, പക്ഷേ അവന്റെ പിതാവ് അവിടെ ഒരു പ്രൊഫസറാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഇൻ ഇറ്റ് എന്നുള്ള രീതിയിൽ, അതിലെ, അത് ജാമ്യയിലെ, ഓക്കെ, അതിലെ ജാമ്യത്തിലെ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസറാണ്. ദേർ എന്ന് പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ ഇൻ ഇറ്റ് എന്ന് മനസ്സിൽ വെക്കുക, അതിലേ എന്നുള്ള രീതിയിൽ മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പൊ എഴുതിക്കോ, കുറച്ച് ലോങ് സെന്റൻസ് ആണ്. ഇതോടെ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, നോ, ല, ഹിസ് ബ്രദർ, അഹൂഹു, ഹിസ് ബ്രദർ അഹൂഹു ഈസ് വേണ്ട, ആൻ എംപ്ലോയി, മുവദ്ദഫുൻ. അഹു സഹോദരൻ ആയതുകൊണ്ട് മുവദ്ദഫുൻ, മുവദ്ദഫത്തുൻ വേണ്ട. ആൻ എംപ്ലോയി ഇൻ ഫി ദ യൂണിവേഴ്സിറ്റി ലൈബ്രറി. ലൈബ്രറിന്റെ വിശേഷനാണ് യൂണിവേഴ്സിറ്റി. അപ്പൊ ലൈബ്രറി എഴുതിയിട്ട് വിശേഷണം എഴുതാം. അപ്പൊ ഫി മക്തബത്തി അൽ ജാമിഅത്തി. ഓക്കെ, ഇത് വിശേഷണാക്കിയിട്ടല്ല എഴുതിയിട്ടുള്ളത് ഇവിടെ. ലൈബ്രറി ഓഫ് ദി യൂണിവേഴ്സിറ്റി എന്നുള്ള അർത്ഥത്തിൽ എന്താണ്, ഇദാഫ കൺസ്ട്രക്ഷൻ ആണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ ഇങ്ങനെയും എഴുതാം. ഫി മക്തബത്തിൽ ജാമിഅയ്യ, ഫി മക്തബത്തിൽ ഇൻ ദ യൂണിവേഴ്സിറ്റി, ഫിൽ മക്തബത്തിൽ ജാമിഅയ്യത്തി എന്നും എഴുതാം. ഫിൽ മക്തബത്തിൽ ഞാൻ എഴുതുന്നല്ല, ഫി
അതായത് ഇവിടെ ഇവിടെ ഇത് ഇദാഫയാണ്, ഇവിടെ ഇത് സിഫ മൗസൂഫാണ്. രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പം ഫി മക്തബത്തിൽ ജാമിഅത്തി, അതായത് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി എന്ന് എഴുതാം, അല്ലെങ്കിൽ ലൈബ്രറിയുടെ വിശേഷണമായിട്ട് യൂണിവേഴ്സിറ്റി എന്ന് എഴുതാം, ദ യൂണിവേഴ്സിറ്റി ലൈബ്രറി. ഓക്കെ, അപ്പോൾ ഫിൽ മക്തബത്തിൽ ജാമിഅത്തി, ജാമിഇയ്യത്തി എന്ന് വേണമെങ്കിലും എഴുതാം. ബട്ട്, പക്ഷേ, ലാക്കിന്ന, ഹിസ് ഫാദർ, ലാക്കിന്ന വന്നതുകൊണ്ട് ഇവിടെ അബാഹു ആണ്. ലാക്കിൻ ആണെങ്കിൽ അബൂഹു എന്ന് തന്നെ എഴുതായിരുന്നു. അതും കൂടെ ഞാൻ എഴുതുന്നുണ്ട്. ലാക്കിൻ ആണെങ്കിൽ അബൂഹു, ലാക്കിന്ന ആയതുകൊണ്ട് അബാഹു. ഹിസ് ഫാദർ എന്താന്ന് പറഞ്ഞത്? ഈസ് എ പ്രൊഫസർ. ഉസ്താദുൻ, ഈസ് എഴുതാറില്ല, എ പ്രൊഫസർ എന്ന് പറയുമ്പോൾ ഉസ്താദുൻ. ദർ, ഫി, ഈ ദർ എന്ന് പറയുന്നത് ആരാണ്? യൂണിവേഴ്സിറ്റിയിലാണ്. അതുകൊണ്ട് ജാമിഅത്ത് എന്ന് പറയുന്നത് ശ്രീലങ്ക ആയതുകൊണ്ട് ഫീഹ, ഇൻ ദാറ്റ്. لا أخوه موظف في مكتبة الجامعة لكن أباه أستاذ فيها എന്ന് എഴുതാം. അല്ലെങ്കിൽ لا أخوه موظف في المكتبة الجامعية لكن أبوه أستاذ فيها എന്ന് എഴുതാം. ഇനി ഓരോന്നാക്കിയിട്ട് മാറ്റിയും എഴുതാം. പല രീതിയിൽ ഈ സെന്റൻസ് എഴുതാം. ഓക്കെ, ഇൻഷാല്ലാ. അപ്പം അത്രയാണ് ഫിഫ്ത്ത് ലെസന്റെ എക്സസൈസ്, ഐ മീൻ എക്സാമ്പിൾസ്. നമ്മളെ കുറേ നാളായിട്ട് കൊണ്ടുപോകുന്ന ഒരു ലെസണാണ് ഫിഫ്ത്ത്. ഇടയ്ക്ക് നിർത്തി വെച്ച് റിപ്പീറ്റ് ചെയ്തൊരു ലെസണാണ്. അൽഹംദുലില്ലാ, അതങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. എക്സസൈസ് തരാം, റിവിഷൻ ചെയ്യണം. എക്സാം ഉണ്ടാവും, ഫൈനൽ എക്സാം ലെസൺ 5ന്റെ ഇൻഷാല്ലാ. ഓക്കെ, അപ്പം അൽഹംദുലില്ലാ. അല്ലാഹുമ്മ ഇന്നി അഊസു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ ومن دعوة لا يستجاب لها وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.